ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാൻ 2 ക്യാരറ്റ്, ഒരു 3 ലെമൺ, പച്ചമുളക്, പിന്നെ ഇവിടെ കടുക് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഗായ്സ്, ഇത് കടുകാണ്. ഇത് ഞാൻ അച്ചാറിന് വേണ്ടി ഇന്ന് ചെയ്യുക. അച്ചാറുണ്ട്. ഇത് വന്ന് ചപ്പാത്തി പലകയാണ്. അതിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ചൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ കടുകിൻ്റെ പരിപ്പ് സെപ്പറേറ്റ് ആയിട്ട് വരും. അത് അച്ചാറിനകത്തിടാകുമ്പോൾ രുചി നല്ല ടേസ്റ്റാണ്. ഇവിടെ ഞാൻ നാരങ്ങ, മുളക് എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചേ. അതിനകത്തോട്ട് തന്നെ ഞാൻ ഉപ്പിട്ട്, പിന്നെ അതിനകത്തോട്ട് തന്നെ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുവാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കൂ. കുറച്ച് നേരം മിക്സ് ചെയ്ത് നമുക്ക് വെക്കാമേ. ഇവിടെ ഞാൻ കടുകെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. കടുകെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കാമെങ്കിൽ കുറച്ച് ദിവസം കേടാകാതിരിക്കും. ഞാനിവിടെ കടുകെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ കായപ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർക്കുക. ഇവിടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കുവാണേ. ഇനി അതിനകത്തോട്ട് തന്നെ കടുക് ഇടുക. ഇതിനകത്ത് ഞാൻ പെരുംജീരകം ചേർക്കുന്നുണ്ട്. ഇനി ആ എണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാമേ. ഇതിനകത്ത് ഞാൻ ഒരു 1/4 സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞ് നമുക്കതിനകത്ത് ഇച്ചിരി വിനീഗർ ഒഴിക്കാമേ. ഞാൻ അതിനകത്ത് ഇച്ചിരി വിനീഗർ ഒഴിക്കുവാണേ. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നാരങ്ങ, ക്യാരറ്റ്, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി. സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റാണ്. എത്ര ദിവസം ഇരുന്നാലും കേടാകത്തില്ല. ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. നമ്മൾ വന്ന് കടുകെണ്ണയ്ക്കകത്ത് അച്ചാറുണ്ടാക്കിയാൽ കുറേ ദിവസം ഇരിക്കും. നിങ്ങളും ഇതേ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്യണേ. Thanks for watching my video. Please like, share and subscribe my channel. Thank you.